ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ നമ്മുടെ മാധ്യമങ്ങൾ നോക്കിക്കാണുന്ന ഒരു രീതി കാണുമ്പോൾ ഇവർ ഈ ഇക്കിളി കഥകൾ കൊണ്ട് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു സംശയം. ഇന്നലെ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ടർ ചാനൽ ഓൺലി ഓൺ റിപ്പോർട്ടർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുകേഷിൻ്റെ കാറിൻ്റെ പിറകെയുള്ള ഓട്ടം. മുകേഷിൻ്റെ BMW ആണെന്ന് തോന്നുന്നു ഒരു കാറ് പോകുന്നു. പിറകെ ദൃക്സാക്ഷി വിവരണവുമായി റിപ്പോർട്ടറിൻ്റെ ക്യാമറയും. ഇതാ മുകേഷ് കാഞ്ഞിരമറ്റത്തെത്തി, തൃപ്പൂണിത്തറ എത്തി, ഇങ്ങനെ വിവരങ്ങൾ ഒരു സെക്കൻഡ് പോലും ഇടവേള കൊടുക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരെയൊക്കെ മാപ്ര എന്ന് വിളിച്ചത് ആരാണ്? ആരായിരുന്നാലും ബിഗ് സല്യൂട്ട് എന്നല്ലാതെ എന്ത് പറയാം? പാപ്പരാസികളുണ്ടല്ലോ, പാപ്പരാസികളും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്കറിയില്ല. ഇതിലും പരമ കഷ്ടമാണ് ചാനൽ മുറികളിലെ ആങ്കർമാരുടെ അട്ടഹാസവും ഗോഗോ വിളികളും. ചാനൽ മുറികളിൽ ഈ ജഡ്ജിമാർ ആൾക്കാരെ എല്ലാം വിളിച്ചിരുത്തി ഇക്കിളി കഥകൾ എങ്ങനെ ചുരണ്ടി മാന്തി എടുത്ത് TRPയും റേറ്റിംഗും കൂട്ടാമെന്ന് ഗവേഷണം നടത്തുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറെയായി യൂട്യൂബിലൊക്കെ നമ്മൾ എന്തൊക്കെ വീഡിയോ, ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ ഒക്കെ ഇട്ടാലും ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. ഇപ്പോഴും അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. കാരണം എല്ലാവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറകെയാണ്. എല്ലാവർക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മതി. മലയാളി ഇത്രമാത്രം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് വേണം കരുതാൻ. പോയ TRPയും റേറ്റിംഗും എല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമത്തിലാണ് എല്ലാ ചാനലുകളും. ആരെങ്കിലും ഇന്ന് ഒരു വെളിപ്പെടുത്തലുമായി വരണേ, അത് ഞങ്ങളുടെ തന്നെ ചാനലിന് കിട്ടണേ, ഇങ്ങനെ വഴിപാടും പ്രാർത്ഥനയുമായി കഴിയുകയാണ് മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും. കൂട്ടത്തിൽ ഒരു ദിവസം ഒരാളെന്ന ക്രമത്തിൽ മാത്രമേ വെളിപ്പെടുത്തൽ നടത്താവൂ എന്ന് കൂടിയുണ്ട് ഇവരുടെ പ്രാർത്ഥന. കാരണം ഓരോ ദിവസവും ഒരാൾ വെച്ച് ഇങ്ങനെ വെളിപ്പെടുത്തലുമായി വന്നാൽ ഈ പരിപാടി പറ്റിയാൽ ഒരു 100 ദിവസം തിരക്കാം. അതാണ് ഇവരുടെ ലക്ഷ്യം. ഇതാണിപ്പോൾ എല്ലാ ചാനലുകളുടെയും ഉള്ളിലിരിപ്പും. ഒരു ചാനലിൽ പോയിട്ട് ഒരു നടി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു, പിറ്റേ ദിവസം അതേ നടി തന്നെ വേറൊരു ചാനലിൽ പോയിട്ട് അതേ വെളിപ്പെടുത്തൽ പിന്നെയും നടത്തുമ്പോൾ ആ ചാനൽ പറയുന്നു ഇതാ പ്രമുഖ നടിയുടെ ഫ്രഷ് വെളിപ്പെടുത്തൽ എന്ന്. ഞങ്ങൾക്ക് മാത്രം കിട്ടിയ എക്സ്ക്ലൂസീവ്, ബിഗ് ബ്രേക്കിംഗ്, അങ്ങനെ പോകുന്നു ഈ ഞൊടുക്കു വിദ്യകൾ. സിനിമാ രംഗത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നും ഇതൊക്കെയാണ് പല നടിമാരെയും സൂപ്പർ സ്റ്റാറുകളും ലേഡി സൂപ്പർ സ്റ്റാറുകളും ഒക്കെ ആക്കിയതെന്നും നമുക്കൊക്കെ അറിയാം. എത്രയോ കാലമായി ഇതിങ്ങനെ അനുസ്യൂതം തുടരുന്നു. ആഹാ, നിങ്ങൾ അവരെ ന്യായീകരിക്കുകയാണോ എന്ന് എന്നോട് ആരും ചോദിക്കണ്ട. ഇത്രയും ദിവസമായി അറിയപ്പെടുന്ന എത്ര നടിമാരാണ് എന്തെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞത്? എൻ്റെ അറിവിൽ ഇതുവരെ ആരും അങ്ങനെ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ആർക്കും അനുഭവങ്ങളൊന്നുമില്ലെന്നാണോ? ഒന്നുമല്ല. പക്ഷെ അവരാരും പറയില്ല. അതിന് അവർക്ക് അവരുടേതായ നമുക്കറിയാവുന്ന കാരണങ്ങളുണ്ട്. ഇപ്പോൾ വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുന്ന നടിമാരുടെ ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ടിട്ടുള്ളവർ മാത്രം ഒന്ന് കൈവക്കാവും. ഇപ്പോൾ ചാനലുകളെല്ലാം കണക്കെടുപ്പിലാണ്. ഇനി ആരുടെ വിക്കറ്റാണ് വീഴാൻ പോകുന്നത്? അവർ 1, 2, 3 എന്ന ക്രമത്തിൽ സിദ്ധിക്ക്, ജയസൂര്യ, രഞ്ജിത്ത്, മുകേഷ് ഇങ്ങനെ പേരുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു 2-3 ആഴ്ചത്തേക്ക് കൂടി ചാനലുകൾ ഇങ്ങനെ വിഷം വിളമ്പിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിലും ഇതിൻ്റെ അതിപ്രസരണം കാണാം. യൂട്യൂബിൽ വേറെ ഒന്നിനും കാഴ്ചക്കാരില്ല. മലയാളിയുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന മാപ്രകൾ എന്ന് ആണ് ഇക്കൂട്ടർക്ക് ഏറ്റവും നല്ല പേര്. എന്നെപ്പോലെ വളരെ താഴേക്കിടയിലുള്ള യൂട്യൂബേഴ്സൊക്കെ ഈ പരിപാടി നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചു പോവുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം. ഓർക്കണം, റിപ്പോർട്ടിലെ ഏറ്റവും തന്ത്രപ്രധാനമായ പേരുകൾ വരുന്ന ഭാഗങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ഉണ്ടാക്കുന്ന കഥകളിൽ പലതും ഊഹാപോഹങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം സീൽ ചെയ്ത് കവറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കോടതി എന്താണോ ചെയ്യുവാൻ പോകുന്നത് എന്നൊരാകാംക്ഷയും പൊതുജനത്തിനിടയിൽ ഉണ്ട്. ചാനൽ മുതലാളിമാരാണെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സർവ്വ ചാനൽ ദൈവങ്ങളോട്. പീഡനം അത് സിനിമാ മേഖലയിൽ മാത്രമേ ഉള്ളൂ. ഒരു മാധ്യമ പ്രവർത്തകയെ ഒരു ചാനൽ അവതാരകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വാർത്ത വന്നതിന് ശേഷം ചാനൽ മാറി പുതിയ ചാനലിൽ വന്ന അവതാരകനും ഈ സ്ത്രീ പീഡനത്തിനെതിരെ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നത് കേട്ടു. എൻ്റെ പ്രിയപ്പെട്ട മാപ്രകളെ, എங்கே നിങ്ങളുടെ ഇടയിൽ പീഡനമൊന്നും നടക്കുന്നില്ലേ? ഇല്ലെന്ന് നിങ്ങൾക്കൊന്ന് നെഞ്ചിൽ കൈവച്ച് പറയാമോ? ഇനി രാഷ്ട്രീയ രംഗത്ത് പീഡനമില്ലേ? അതേ ഉള്ളൂ. പാതിരായ്ക്ക് സൂര്യൻ ഉദിച്ചാൽ നമ്മുടെ നേതാക്കന്മാരുടെയും പലരുടെയും സ്വഭാവ ഗുണം അറിയാം.
തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കൂടിയ പീഡനം, അങ്ങനെ പീഡനത്തിന് പുതിയ പരിഭാഷയും വരെ ചമച്ചു കേരളം. ഞാൻ സിനിമാക്കാരെ ആരെയും പിന്താങ്ങുകയോ അവർ കാണിക്കുന്ന കൊള്ളരുതായ്മയുടെ ഗുരുത്വം കുറച്ചു കാണുന്നോ ഇല്ല. എന്നാലും മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുന്നത് പോലെയുള്ള ഒരാഘോഷം അത് അമിതമാണ്, അത് ശരിയുമല്ല. കുട്ടികളുടെ മുൻപ് വെച്ച് ടി വി തുറക്കാൻ പറ്റില്ലെന്ന് പരിതപിക്കുന്ന മാതാപിതാക്കളെ കണ്ടു. ടി വി തുറന്നാൽ പീഡന കഥകൾ മാത്രം. എന്താ അച്ഛാ ഈ പീഡനം എന്ന് ചോദിച്ചാൽ മക്കളോട് അത് ഒന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ അച്ഛനമ്മമാർ ഇച്ചിരി കഷ്ടപ്പെടും. ഇതിലും വലിയൊരു പ്രശ്നം ഈ മാപ്രകൾ ചർച്ച ചെയ്യുന്നതേ ഇല്ല. സിനിമാ സെറ്റിൽ നടന്മാർ മദ്യപിച്ചു വരുന്നതും സെറ്റിലെ മയക്കുമരുന്ന് ഉപയോഗവും എല്ലാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗമല്ലേ? അതെന്തേ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? മയക്കുമരുന്നിന്റെ ഉപഭോഗവും ഉറവിടവും എല്ലാം തേടിപ്പോകുവാൻ അത് നല്ലൊരു കാരണമല്ലേ? എന്നിട്ടും എന്തേ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത്? ഇക്കിളി കഥകളുടെ മാർക്കറ്റ് മയക്കുമരുന്നിന് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ മയക്കുമരുന്നിന്റെ വിഷയം കടുപ്പിച്ചാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ കുടുങ്ങും എന്ന് വിചാരിച്ചിട്ടാണോ? മലയാള സിനിമയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം സർവ്വസാധാരണമാണെന്നും അത് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ടെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇനി സിനിമാക്കാരുടെ സംഘടനയായ അമ്മയെക്കുറിച്ച് കൂടി പറയാം. അമ്മ ഒരു ക്ലബ്ബ് പോലെ, ഒരു റെസിഡന്റ് അസോസിയേഷൻ പോലെ ഒരു സംഘടന മാത്രമല്ലേ? അതിലെ മെമ്പർമാർ കാണിക്കുന്ന വൃത്തികേടിനും കൊള്ളരുതായ്മയ്ക്കുമൊക്കെ അമ്മ ഉത്തരം പറയണം എന്നുണ്ടോ? മോഹൻലാൽ ഉത്തരം പറയണമെന്നുണ്ടോ? മമ്മൂട്ടി ഉത്തരം പറയണമെന്നുണ്ടോ? പല മാപ്രകളുടെയും അഭിപ്രായം അങ്ങനെയാണ്. അതെന്തിനാണോ മനസ്സിലാകുന്നില്ല. ഒരു മാപ്ര കാണിക്കുന്ന വൃത്തികേട് അതിന് KUWJയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉത്തരം പറയണമെന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ ഇത്? അമ്മയുടെ പ്രസിഡന്റ് ആരാകണം, സെക്രട്ടറി ആരാകണം, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന മട്ടിലാണ് മാപ്രകൾ ചർച്ച നടത്തുന്നത്. അമ്മയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആരെങ്കിലും ആകട്ടെ, അതിൽ മാപ്രകൾക്ക് എന്താണ് പ്രശ്നം? അമ്മ ഒരു ഭരണഘടനാ സ്ഥാപനമൊന്നുമല്ല. ഇതൊന്നും അറിയാത്തവരല്ല ഈ മാപ്രകൾ. എന്നിട്ടും കരച്ചിലോട് കരച്ചിൽ. KUWJയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് സിനിമക്കാരൊന്നുമല്ല. അത് മാപ്രകൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. മലയാള സിനിമാ മേഖലയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സെക്ഷൽ ഹരാസ്മെന്റ്, പീഡനം, പിന്നെ അഭിനേതാക്കളുടെ മിസ്കോണ്ടക്ട്, ഇതെല്ലാം വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. സ്ത്രീകൾ അവിടെ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ഇപ്പോൾ മലയാളിക്ക് ഏകദേശമൊക്കെ സുപരിചിതമായി കഴിഞ്ഞു. കൂടുതൽ സുരക്ഷിതവും ഇക്വിറ്റബിളുമായ ഒരു വർക്കിംഗ് കൾച്ചറും സ്പേസും പരിതസ്ഥിതിയും ഒക്കെ ഉണ്ടാക്കുവാൻ ബന്ധപ്പെട്ട എല്ലാവരും ശ്രമിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെ പരിഹരിക്കാം, അതിനെങ്ങനെ തടയിടാം എന്നതിലേക്ക് ആവശ്യമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തരേണ്ടുന്ന ഒരു മേഖല കൂടിയാണ് മീഡിയ. യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതിന്മേൽ ചർച്ചകളും അതിൻ പ്രകാരം നടപടികളും എടുക്കുവാൻ ഭരണകൂടത്തിനെയും സിനിമാ മേഖലയിൽ ഉള്ളവരെയും പ്രാപ്തരാക്കുവാനും പ്രേരിപ്പിക്കുവാനും പോകുന്ന ഒരു സംവിധാനമാകണം മീഡിയ. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് അതാണോ? നമ്മുടെ മീഡിയ ചെയ്യുന്നത് എന്താണ്? മീഡിയ സെൻസിറ്റീവായ ഇത്തരം വിഷയങ്ങളെ അവധാനതയോടെയും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യേണ്ടതിന് പകരം മീഡിയ എല്ലാം മറന്നുപോയിട്ട് ഇപ്പോൾ മത്സരത്തിലാണ്. കൂടുതൽ ഇക്കിളി കഥകൾ ആർക്കാണ് കൊടുക്കുവാൻ കഴിയുക? അതാണ് മത്സരം. ഇങ്ങനെ വിഷയങ്ങളെ സെൻസേഷണലൈസ് ചെയ്ത് വിഷയത്തിൻ്റെ ഗുരുതരാവസ്ഥ അത് ലഘൂകരിക്കുകയാണ് ചാനലുകളും മാധ്യമങ്ങളും. ചിലപ്പോൾ നിരപരാധികളും അതിൽപ്പെട്ടു പോയേക്കാം. ഇവിടെ ചലച്ചിത്ര രംഗത്തുള്ള ആരും പുണ്യവാളന്മാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഉഭയസമ്മതപ്രകാരം നടക്കുന്ന ഇടപാടുകൾ പിന്നീട് പീഡനമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ തന്നെ നോക്കൂ, കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഒക്കെ ഇറങ്ങിയ ചിത്രങ്ങളുടെ തിയേറ്റർ കളക്ഷനൊക്കെ വലിയ പ്രശ്നത്തിലാണ്. കാണാൻ ആള് കയറുന്നില്ല. മലയാളിയുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ വീണ് ഉടഞ്ഞുപോയോ? തിയേറ്റർ റെസ്പോൺസ് മോശമാണെങ്കിൽ ചിത്രങ്ങളുടെ OTT സ്ട്രീമിങ്ങിലും അത് പ്രതിഫലിക്കും. മലയാള സിനിമ വിജയിച്ചാലും പടം പൊളിഞ്ഞാലും എനിക്കൊന്നുമില്ല. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന കവിതാ ശകലമാണ് എനിക്ക് ഓർമ്മ വരുന്നത് മലയാളി പ്രേക്ഷകന്റെ ഈ മനസ്സ് കാണുമ്പോൾ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.